ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്താ ഈ മുടിയൊക്കെ അങ്ങോട്ട് ചീകി മുറുക്കനെ ഞാൻ കെട്ടി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ആണെങ്കിലാണ്, പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ്. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിയില്ല, നനയില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കുളിക്കും കേട്ടോ ഞാൻ. രാവിലെ ഒരു കുറച്ച് നേരം വൈകിട്ടാണെങ്കിൽ ഞാൻ കുളിക്കും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എന്താ മുടിയൊക്കെ കെട്ടി വെച്ചു. അല്ലെങ്കിൽ പോണോട് ഇങ്ങനെ മുടിയിലൊന്ന് തൊട്ടാൽ മതി, അപ്പോഴേക്കും തൊടുന്ന ആളുടെ കയ്യിൽ ഒരു കൊട്ടൻ മുടി കിട്ടും കേട്ടോ. അതേമാതിരി നന്നായി മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല കേട്ടോ. മുടിക്ക് കെയർ കൊടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്യി കെട്ടി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു, പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ബേസിനിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ നോക്കുകയാണ്. ഭക്ഷണം കഴിക്കണമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഈ പറഞ്ഞ പോലെ ഭയങ്കര അലമ്പാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാശി കൂടുതലുള്ള കുട്ടികളാണ് എനിക്ക് രണ്ടുപേരും. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ തന്നെ അടിയാവും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പറ്റുന്ന പോലെ ഞാനൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പകർത്തി അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ വെച്ചു കേട്ടോ. അമ്മ പിന്നെ കറികളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. കാരണം വേണമെന്നൊന്നുമില്ല, കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴാണ് കരയാന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന പയറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നരണം പോയിട്ട് ഇങ്ങനെ പറിച്ചു കൊണ്ടുവരും. കുറേയൊക്കെ തത്ത കൊത്തി കൊണ്ട് പോകും കേട്ടോ. ഇപ്പം അച്ഛൻ തത്ത കൊത്താണ്ടിരിക്കാൻ ആദ്യം നന്നായി പാകമാവുന്നതിന് മുന്നേ ഒരു അച്ചിങ്ങ പാകമൊക്കെ ആവുമ്പോഴേക്കും പൊട്ടിച്ചെടുക്കും. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി സെറ്റപ്പാക്കി. അപ്പോൾ ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് ആ ചെറുതിനെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കുറേ തുണികളും അതൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും ഒരു വെളിവില്ലാത്ത അവസ്ഥയിലാവും. അപ്പോൾ അവനെ കുളിപ്പിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ റൂം ഒരു വിധമാക്കിയിട്ടുണ്ടായിരുന്നു. എവിടേക്കാണ് അവർ കയറി പണിയണേന്നൊന്നും പറയാൻ പറ്റില്ല. അതേമാതിരിയുള്ള വിക്രൂസുകളാണ് അവർക്ക്. അപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നു. അതേ ചെറുതിനെ കുളിപ്പിച്ചു. അപ്പോഴേക്കും ആ വിരി ഒരു പറ്റത്ത് നിന്ന് ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് തല ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തലയിൽ പെയിൻ ചീർപ്പ് കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നന്നായി അമർത്തിയിരിക്കുക കഴിഞ്ഞാൽ വലിച്ചിരിക്കുക കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. അതാണ് ഞാൻ മാക്സിമം അങ്ങനെ തല പെയിൻ ചീകാനായിട്ട് പെയിൻ ചീർപ്പൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ എൻ്റെ തലയിൽ പെയിനും വരാറില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, മോനൂട്ടൻ അംഗനവാടിയിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ തലയിൽ പേനാണ്. അയ്യോ, അവൻ്റെ തലയിലും പേനാണ്. അവൻ്റെ തലയിൽ ഞാൻ എന്നിട്ട് എന്നും ഈരി കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ എൻ്റെ അടുത്തിരിക്കില്ല. ഇപ്പോൾ ചേട്ടൻ ഈരി കൊടുക്കും, അല്ലെങ്കിൽ അമ്മ ഈരി കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും എൻ്റെ തലയിൽ പെയിൻ വന്നു ഗൈസ്. അയ്യോ, ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പെയിനിൻ്റെ ആണോ അതോ ഇനി ഡ്രൈ ആവുന്നതിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ തലയിലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഈ സബോള നീര് നല്ലതാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയുള്ളിയാണ് നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഒരു സബോള എടുത്തത് അരച്ച് ജ്യൂസ് എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഞാൻ വെറുതെ തലയിൽ ഇങ്ങനെ എല്ലായിടത്തും സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റോളം ഞാൻ നിന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തത് ഒരു ഡോക്ടറാണ് കേട്ടോ, ഒരു ഹോമിയോ ഡോക്ടറാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം മുടി വല്ലാണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു. അപ്പോൾ കൊഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് സബോളയും അതിൽ മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് ഒരു മാസ്ക് പോലെ തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളത് ഷാമ്പു കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അമ്മ അങ്ങനെ ചെയ്യാറ് കേട്ടോ. പക്ഷേ ഞാൻ മുട്ടയൊന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ കുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു. അതേ കണ്ണും വിട്ടൊക്കെ എഴുതി ചുന്തിരി കുട്ടിയായിട്ടോ. അപ്പോൾ മോനൂട്ടൻ അവിടെ കിടന്ന് അലമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണം. ഉച്ചയായിട്ടോ. ഉച്ച ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിച്ചു. ഇന്ന് തക്കാളിക്കറിയും പിന്നെ ചുവന്ന ചീര വാട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചപ്പോഴേക്കും ചെറുത് കണ്ണൻ ഇറങ്ങി ഓടി. അപ്പോൾ മോനൂട്ടനെ ഞാൻ ചോറ് വെച്ച് കൊടുത്തിട്ട് ഡോറ വെച്ച് കൊടുത്തേക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡോറ, പിന്നെ ടോം ആൻഡ് ജെറി,
അതേപോലെ മിസ്റ്റർ ബീൻ ഒക്കെ. ഇപ്പോൾ ടോം ആൻഡ് ജെറി ഒന്നും കാണാറേ ഇല്ല. ഇപ്പോൾ CN എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു, അതിനകത്താണ് ഈ വരിക കേട്ടോ. അപ്പം അതൊന്നും കാണാനേ ഇല്ല. ഇപ്പോഴും എത്ര പേര് ഇങ്ങനെ ഈ കാർട്ടൂണൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയി ഉണ്ടാവും. 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാഗി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിള്ളേർക്ക് കൊടുക്കുന്നത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പിള്ളേർക്കത് ഭയങ്കര താല്പര്യമായ കാരണം ഞാനതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അട ഉണ്ടാക്കാൻ നോക്കുകയാണ്. അട ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ശർക്കര ചീകിയിട്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടുള്ള പരിപാടികളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ശർക്കരയാകുമ്പോൾ ശർക്കര അത് ഉരുക്കി തേങ്ങയൊക്കെ എന്നിട്ടൊന്ന് വഴട്ടി എടുക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ തേങ്ങയും അതിലേക്ക് മറ്റേ ഏലക്കപ്പൊടിയും അതേപോലെ ചുക്കും ഒക്കെ ഇട്ട് ഒന്ന് വഴട്ടി അതിലിത്തിരി നെയ്യും ഒരു പഴമൊക്കെ അങ്ങനെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കഴിക്കാനായിട്ട് പക്ഷേ നെയ്യും പഴവും ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. നല്ല സോഫ്റ്റ് അടയായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ ബ്ലാ 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 എന്ന് കിടക്കുന്ന അടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ അട എനിക്ക് കഴിക്കാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കാണാണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചൂടാണ് ചെയ്തത്. ഇത് ശരിക്കും ചുട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ പണിയാൻ കഴിയില്ലാത്തത് കാരണം ഞാൻ ഇങ്ങനെ പുഴുങ്ങി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നൈസായിട്ട് പരത്തി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അട ഉണ്ടാക്കുക? പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ അട ഉണ്ടാക്കി കഴിക്കുമ്പോൾ പണ്ടൊക്കെ എൻ്റെ അമ്മ സ്കൂൾ വിട്ട് വരുമ്പോൾ ഗോതമ്പും കൊണ്ട് ഇങ്ങനെ മാവ് പോലെ കലക്കി അതിനകത്തേക്ക് ദോശ പോലെ ഉണ്ടാക്കി അതിലേക്ക് ഈ ശർക്കരയും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തരുന്നത് എനിക്ക് ഓർമ്മ വരും കേട്ടോ. അതൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതൊന്നും കഴിക്കില്ലായിരുന്നു ഞങ്ങൾ. അങ്ങനെയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അടിച്ചു വാരൽ പരിപാടിയാണ്. അടിച്ചു വാരാൻ നിന്ന് കഴിഞ്ഞൊരു പ്രകൃതിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലെയും ഇലകൾ അതേപോലെ കമ്പും കോലും ഒക്കെ ഇവിടെ കൊണ്ട് നിരത്തിയിട്ടുണ്ടാവും. എവിടെയാണോ കളി അവിടെയാണോ, ഒന്നില്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ചേട്ടൻ്റെ വീടാണ്, ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ കളി കഴിഞ്ഞ് എൻ്റെ ബാലൻസാണ് ഞാൻ അടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് അങ്ങ് അറ്റം വരെ എത്തിക്കണം കേട്ടോ. അപ്പോൾ മിറ്റം അത്യാവശ്യത്തിനുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്രയും മിറ്റമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിലെ ഭാഗം ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും കഴിഞ്ഞു. പിന്നെ ബാക്കിലാണ്, അത് ഞങ്ങൾ വല്ല ആഴ്ചയിൽ 2 ദിവസമൊക്കെ അടിക്കുള്ളൂ. അത് കഴിഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൊളിച്ചു. അതിനെ അരിഞ്ഞ് നല്ല സെറ്റപ്പാക്കിയിട്ട് എല്ലാവർക്കും ഞാൻ കൊണ്ട് വിതരണം നടത്താണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ഞാൻ ഇവിടെ എല്ലാവരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പുറത്തുനിന്നുള്ള ഫ്രൂട്ട്സ് ഒന്നും വാങ്ങേണ്ട വരില്ല, കാരണം ഇഷ്ടംമാതിരി പഴം ഉണ്ടാവും ഞങ്ങൾ പറമ്പിൽ. ഞാലിപ്പൂവനായിട്ടും ചെറുകായായിട്ടും അങ്ങനെ പല ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവിടെ കഴിക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ വല്ല ഓറഞ്ചും ആപ്പിളൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ച് ഞാൻ അച്ഛന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയും ഇതെന്തൊരു സാധനം, ഒരു ടേസ്റ്റും ഇല്ലയെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് ടേസ്റ്റൊന്നും ഇല്ല. എന്നാലും ഞാൻ വിചാരിച്ച അത്രയും ബോറല്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഷേക്ക് അടിച്ചിട്ടാണ് കഴിച്ചത്. അതെനിക്ക് അത്ര ഇഷ്ടമായേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് തനിക്ക് കഴിക്കാൻ അത്ര കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ആയിരുന്നു. പിള്ളേർക്കൊന്നും ആദ്യമൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടപ്പോൾ അയ്യോ ചോരാ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ കഴിച്ചു കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ കറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്, ചേട്ടൻ കഴിക്കുകയാണ്. ചേട്ടനൊക്കെ കഴിച്ചു. സംഭവം നല്ല അടിപൊളി സാധനമാണല്ലേ. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാവൽപ്പഴം കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു നാവൊക്കെ ചുവന്നിട്ട്. നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതുവരെ ഷോർട്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ടേക്കാണ് കേട്ടോ.